കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് വലിയൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. അതിൻ്റെ കാരണം അത്ഭുത മന്ത്രി നമ്മുടെ കൂടെ നടക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയിൽ നമുക്കറിയാം, യേശു അത്ഭുതമായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്നവരെല്ലാം അത്ഭുതമായി മാറി. യേശുവിൻ്റെ അടുക്കൽ വന്നവരുടെ എല്ലാം ചരിത്രം മാറി. ഇന്ന് നിങ്ങൾ ഈ TV പ്രോഗ്രാം കാണുമ്പോൾ ഓർത്തോണം, എന്തോ ഒരു റെക്കോർഡ് പ്രോഗ്രാം കാണുന്നത് പോലെയല്ല. യേശു കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ ഇന്ന് നിങ്ങളുടെ തൊട്ടടുക്കൽ ഇരിപ്പുണ്ട്. ഇത് നിങ്ങൾ കാണുമ്പോൾ യേശു നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട്. ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട ആ വചന ശുശ്രൂഷയുടെ തുടർഭാഗം നമുക്കിന്ന് കേൾക്കാം. എനിക്കറിയാം, ഇന്നലത്തെ വചനം ഏറ്റവും അനുഗ്രഹമായിരുന്നു. വളരെ പ്രതീക്ഷയോടെ, ദാഹത്തോടെ നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. കർത്താവ് സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിടുവിക്കുന്നത് അത്ഭുതം എനിക്ക് നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, നൂലെ കെട്ടി ഇറക്കട്ടെ, ഇറക്കും, വേണ്ടിയ സാഹചര്യങ്ങൾ ഇറക്കും. അവിടെ അല്ല വിടുതൽ വേണ്ടത്, മനോഭാവത്തിലാണ്. സ്തോത്ര. സമ്പന്നന്റെ മക്കളായി ഇവിടെ ഇരിക്കുന്നത്, എല്ലാറ്റേ ഉള്ളവന്റെ മക്കളായിരിക്കുന്നത്, വാരി വിതറി കൊടുക്കുന്നവരായിരിക്കുന്നത്, ദൈവത്തിന്റെ സ്റ്റോർ ഹൗസ് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. പത്രോസിനോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. അത് പത്രോസിനെ അല്ലേ ഏൽപ്പിച്ച? അല്ല, അതേ അധ്യായത്തിൽ താഴോട്ട് മത്തായി 18 വായിച്ച്, നിങ്ങളുടെ കയ്യിൽ നിന്ന്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് എന്ത് താക്കോൽ എന്ത് ചോദിച്ചു. ദൈവത്തിൻ്റെ മുഴുവൻ ശേഖരങ്ങൾ ഒരിടത്ത് വെച്ചിട്ട് താക്കോൽ നമ്മുടെ തന്നിരിക്കും. അതുകൊണ്ട് ഇവിടെയാണ് വേണ്ടിയത്. അത് കണ്ട തല ഉയർത്തി കാഴ്ചപ്പാടോടെ നടക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ നന്മയും കരുണയും നമ്മളെ പിൻപറ്റും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സ്വർഗത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഒരുവനിലായിരിക്കുന്ന അവൻ്റെ പേരത്രേ യേശു. സ്വർഗത്തിൻ്റെ സമ്പത്ത് അവിടെ ഏതെങ്കിലും നിലവറയിലും കലവറയിലും സ്വർണ്ണമായിട്ട് കൂട്ടി വെച്ചിരിക്കുകയല്ല, അത് ഒരുവനിലിരിക്കുകയാണ്. അവൻ്റെ പേരൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. അവൻ്റെ വായിന്ന് പുറപ്പെട്ട ഒരൊറ്റ വാക്കുകൊണ്ട് കോടാകോടി ഗോളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ അതേ വചനമാണ് ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അതേ വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് കരുതി ആർ സ്വർഗത്തിൽ പോകുന്നോ പാതാളത്തിൽ പോകുന്നോ ഒന്നും പറയരുത്. പിന്നെ അതെന്ത് പറയുന്നു? വചനം നിനക്ക് എന്ന് പറഞ്ഞാൽ ഈ സമ്പന്നത മുഴുവൻ നിനക്ക് സമീപമായി എവിടെ ഇരിക്കുന്നു? നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും. അടുത്തിരിക്കുന്ന ആൾ പറ, പോക്കറ്റിൽ തപ്പാതെ, പേഴ്സിൽ തപ്പാതെ. റോമർ 10:6 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇത് നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. സ്തോത്രം. 1-2 പേരോട് പറ, പഞ്ഞം പറയരുതെന്ന് ചുരുക്കം. ആദ്യം എവിടെ ഇരിക്കുന്നേ? എവിടെ പറഞ്ഞേ? എവിടെ ഇരിക്കുന്നേ? എവിടാ ദൈവത്തിന്റെ സമ്പത്ത് ഇരിക്കുന്നേ? ക്രിസ്തു എവിടെ ഇരിക്കുന്നേ? നന്മകൾ എവിടെ ഇരിക്കുന്നേ? ആത്മീയാനുഗ്രഹം എവിടെ ഇരിക്കുന്നേ? ഭൗതിക നന്മകൾ എവിടെ ഇരിക്കുന്നേ? നാവിൽ, ഹൃദയത്തിൽ. പഞ്ഞം പറച്ചിലൊന്ന് നിർത്താവോ എന്ന് അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചേ. നമ്മുടെ കാര്യം എന്നാ പറയാനെന്ന് പറയരുത്. അങ്ങനെ ആയിരിക്കുമ്പോഴും പറയണം, സ്തോത്രം, എൻ്റെ കർത്താവിൻ്റെ മകനാണ്, സമ്പന്നനായ കർത്താവിൻ്റെ മകന്. എല്ലാം റെഡിയാവും. വീട്ടിലെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഉടനെ എല്ലാത്തിനും പഞ്ഞം പറയാതെ എന്തോ പറയണം, എല്ലാം നടക്കും. ഏതായാലും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല, പറയേലും ചെയ്യരുതോ ഒന്ന് ചോദിച്ചേ. ഇപ്പം നടക്കുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ, എന്തോ ചെയ്യുക? പക്ഷെ പറഞ്ഞു നോയിക്കേ, 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 പറഞ്ഞു നോയിക്കേ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലവും ഉണ്ടായെങ്കിൽ അതേ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം എൻ്റെ നിങ്ങളുടെ അധരങ്ങൾ തന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന കർത്താവ് നമ്മുടെ ഉള്ളങ്ങളിൽ ഇരിക്കുന്നു. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രസംഗം ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു ക്ഷമ പറയാൻ ടൈം നമുക്കെടുക്കാം. പഞ്ഞം പറഞ്ഞതിനെല്ലാം സോറി പറഞ്ഞു. എൻ്റെ കർത്താവേ, ഇത്രയും വലിയൊരു കർത്താവിനെ, ഇത്രയും വലിയ നിധി എൻ്റെ കൈ തന്നിട്ടും പലപ്പോഴും നിരാശയുടെ വാക്കുകൾ, പലപ്പോഴും ഇല്ലായ്മയുടെ വാക്കുകൾ,
പലപ്പോഴും പരാതിയുടെ വാക്കുകൾ, പലപ്പോഴും മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയത്. എന്നോട് ക്ഷമിക്കുക കർത്താവേ. ഒരു വെളിപ്പാടാ നമ്മളെ നടത്തുന്നത്. ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മെ നടത്തുന്നത്. മനുഷ്യൻ്റെ ശാപം, പാപം, രോഗം, ദാരിദ്ര്യം ഇതെല്ലാം യേശു എവിടെ ഏറ്റെടുത്തു? ക്രൂശിൽ ഏറ്റെടുത്തു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിൽ മരിച്ചു. അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക്. അപ്പം പാപം എവിടെ എടുത്ത? ക്രൂശിൽ. അടിപ്പിണര് എവിടെയാ ഏറ്റെടുത്തത്? തൻ്റെ അന്തിമ കഷ്ടപ്പാടിൽ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം എന്ന തിരുവെഴുത്ത് നിവർത്തി വരുവാൻ അവൻ നമുക്ക് വേണ്ടി ശാപം ഏറ്റെടുത്തു. ഇപ്പം ശാപം എവിടെ ഏറ്റെടുത്തത്? ക്രൂശിൽ. അതുപോലെ തന്നെ ദാരിദ്ര്യവും കർത്താവ് എവിടെ ഏറ്റെടുത്ത്? ക്രൂശിൽ. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 28 ദാരിദ്ര്യത്തിൻ്റെ പൂർണ്ണത പറയുമ്പോൾ വിശപ്പും നഗ്നതയും ദാഹവും. എന്താണ്? ദൈവത്തെ വിടുന്ന ജനത്തിന് ദാരിദ്ര്യത്തിൻ്റെ പൂർണ്ണത ഉണ്ടാവുന്ന ശാപം പറയുന്ന കൂട്ടത്തിൽ വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ടും നഗ്നത കൊണ്ടും നീ ബാധിക്കപ്പെടുമെന്ന്. അപ്പം മനുഷ്യൻ ദാരിദ്ര്യത്തിൽ പൂർണ്ണനായവനെ ഉടുക്കാൻ തുണി പോലും ഇല്ലാതാവും. ഇത് മൂന്നും മനുഷ്യൻ്റേത് ക്രൂശിൽ യേശു ഏറ്റെടുത്തു. വിശന്നു അല്ലേ? ദാഹിച്ചു ഇല്ലേ? നഗ്നനായില്ലേ? യെസ്. കർത്താവിന് നഗ്നനാകേണ്ട ആവശ്യമില്ല. നമ്മുടെ ദാരിദ്ര്യം കർത്താവ് ഏറ്റെടുത്തു. അതുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ വരാം. അവൻ അനുഭവിച്ചത് കൊണ്ട് നിങ്ങൾ നന്മ അനുഭവിച്ചേ ഒക്കത്തുള്ളൂ. ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. അറിവ്. ഓർക്കെ പറഞ്ഞ അറിവ്. എന്തൊക്കെ നമ്മൾ അറിയണം? ഒന്ന്, അനുഗ്രഹങ്ങൾ എനിക്കുണ്ട്, അത് ദൈവഹിതമാണെന്നറിയണം. 2, എല്ലാ ഈ നന്മകളും അനുഭവിക്കുമ്പോൾ അതിനൊരു തെറ്റായ വശമുണ്ടെന്നും, ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ശുശ്രൂഷ തെറ്റായി ചെയ്തുള്ള കുഴപ്പങ്ങൾ അറിഞ്ഞ് നല്ലതായി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. 3, എല്ലാ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഏതാണ്? ക്രൂശാണെന്നറിയണം. അപ്പൊ ക്രൂശിൽ കർത്താവ് നേടിയത് ഞാൻ അനുഭവിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കണം. അടുത്തത് നമ്മൾ വരികയാണ്. ഈ അനുഗ്രഹം ഞാൻ അറിഞ്ഞ് അവകാശമാക്കണം. ഓർക്കെ പറഞ്ഞേ ആമേൻ. അതാണ് 1 പത്രോസ് 3:9 നമ്മളിങ്ങനെ വായിക്കുന്നു. അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഉറക്കെ പറഞ്ഞ അനുഗ്രഹം. ഒന്ന് വായിച്ച് 1 പത്രോസ് 3:9 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട്. അവിടെ അനുഭവിക്കുക എന്നുള്ളതിന് ടു ഇൻഹെറിറ്റ് എ ബ്ലെസ്സിങ് എന്ന്. എൻ്റെ പിതാവിന് എൻ്റെ പേരിൽ വെച്ചിരിക്കുന്ന വസ്തു, അവകാശം, അതെൻ്റെ അവകാശമാണെങ്കിലും ഞാൻ അതിനെ എന്ത് ചെയ്യണം? ഇൻഹെറിറ്റ് ചെയ്യണം. അതിനെ എൻ്റേതാക്കി ഏറ്റെടുത്ത് അവകാശം എടുക്കണം. ആയതുപോലെ എല്ലാ ദൈവമക്കളും പറയണം, ആത്മീയ, ഭൗതിക, സാമ്പത്തിക, ശാരീരിക, മാനസിക എല്ലാ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകുന്ന നിലയിൽ നിനക്കും എനിക്കും അവകാശപ്പെട്ടതാണ്. ഉറക്കെ പറ, അനുഗ്രഹം എൻ്റെ അവകാശമാണ്. അനുഗ്രഹം ആരുടെ ഔദാര്യമല്ല. അനുഗ്രഹം നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്നതല്ല, നമ്മുടെ ഉപവാസം കൊണ്ട് കിട്ടിയതല്ല, പ്രാർത്ഥന കൊണ്ട് കിട്ടിയതല്ല, നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് കിട്ടിയതല്ല, സുവിശേഷ വേല ചെയ്തുകൊണ്ട് കിട്ടിയതല്ല. അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രൂശിൽ ശാപമേറ്റെടുത്തതാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇനി അടുത്തത്, കർത്താവ് നേടിയ അനുഗ്രഹം ഞാൻ അവകാശമാക്കണം. ഉറക്കെ പറ, ഉറക്കെ പറ. അപ്പോൾ ചില കേസിൽ നമ്മുടെ അത് ഭൗതിക നന്മ മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, എവിടെങ്കിലും അത് ഇടുങ്ങുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ഈ അനുഗ്രഹം അനുഭവിക്കണമെന്ന് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുണ്ട്. അതാരാ? ഉറക്കെ പറഞ്ഞേ. പിശാചും പിശാച് കയറിയ മനുഷ്യരും. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് അനുഗ്രഹം വരുമ്പോൾ നമുക്കൊക്കെ ഒരു ചെറിയ അസൂയ വരാറില്ലേ? ഒരു കുശുമ്പ് പോലെ. കൈ കൊടുത്തവരെ സംശയിക്കേണ്ട, അപ്പോൾ പിശാച് കയറിയിട്ടുണ്ട്. കാരണം നമുക്കെന്തില്ല? ദൈവമക്കൾക്ക് എന്തില്ല? അസൂയം കുശുമ്പും ഉണ്ടോ? വീണ്ടും ജനിച്ച ദൈവവേദത്തിൽ അസൂയം കുശുമ്പും ഉണ്ടോ? ഇല്ല. അസൂയം കുശുമ്പിൻ്റെ രാജാവാരാ? പിശാച്. പക്ഷെ അവൻ നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഉണ്ടാവും. 2 പേര് തമ്മിൽ അടിച്ച് അവരുടെ ദുഃഖം കാണണമെന്ന് നമുക്ക് തോന്നുമ്പോൾ ഓർത്തോണം, നമ്മളിൽ ആര് കയറിയിട്ടുണ്ട്? യേശു പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുന്നവരോടുകൂടെ
കരയുന്നവരോട്. എന്നാൽ പിശാച് കയറി കഴിയുമ്പോൾ എന്ത് വരുമെന്നറിയോ? കരയുന്നവരോടുകൂടെ അടുത്ത് പോയിരുന്ന് ചിരിക്കും നമ്മൾ. വല്ലവരും സന്തോഷിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അപ്പോളേ ഓർത്തോണം, നമ്മളിൽ ഏതിൻ്റെ വ്യാപാരമുണ്ട് അതിനെ നമ്മൾ പുറത്താക്കണം. യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കണം. പ്രൈസ് ലോ. അപ്പം കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹം അനുഭവിക്കണമെന്ന്. നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു പറഞ്ഞ വാക്കാ യോഹന്നാൻ്റെ സുവിശേഷം 10:10. എല്ലാവർക്കും അറിയാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരും. 1-2 പേരോട് പറഞ്ഞ് നമുക്കൊരൊറ്റ ശത്രുവേ ഉള്ളൂ. അതാരാണ്? പിശാച്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെ. അപ്പം നമുക്ക് ഈ ദൈവമക്കൾ ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ഒന്നും അനുഗ്രഹിക്കപ്പെടുന്ന ആർക്കിഷ്ടമല്ല. ഇത് നമുക്ക് ക്രൂശിൽ കൂടെ ലഭിച്ചെങ്കിലും നമ്മുടെ കയ്യിലെത്തരുതെന്ന് അവൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വകുപ്പും തിയോളജിയൊക്കെ പറഞ്ഞ് ഇതിൽ നിന്ന് മാറ്റിവിടും. ഇത് നിനക്കുള്ളതല്ല, അല്ലെങ്കിൽ അവർ അത് എതിരിക്കുക, ഇവരിത് എതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒതുക്കും. അത് തിരിച്ചറിഞ്ഞ് പിശാചിനെ ഓടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചന ശ്രവണത്തിൽ തന്നെ സാത്താൻ്റെ കെട്ടുകൾ പൊട്ടും. കൂടാതെ നീ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, ബിസിനസ് ചെയ്യുന്നു, ദൈവവേലയിൽ കൊടുക്കുന്നു. പക്ഷെ പിന്നെയും എവിടോ ഒരു പിടുത്തം കാണുന്നെങ്കിൽ അറിയണം, നിനക്ക് അധികാരം എടുക്കേണ്ട സമയമായി. ദുഷ്ട നിന്റെ കരമെടുത്ത് മാറ്റാൻ കൽപ്പിച്ചാൽ ദുഷ്ടൻ്റെ പിടി പൊട്ടും. ഇന്നൊരൊറ്റ കൽപ്പനയിൽ ചില ബിസിനസ്സുകൾ വിടുതലാകാൻ പോവാം. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കുഞ്ഞിനെ ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അമ്മ പറയാണ്, ബ്രദറെ ഇവന് പഠിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞു ആദ്യം പറച്ചിൽ നിർത്തണം. പഠിച്ചാൽ മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞ് ഇത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്ത് കിടക്കുക. ആരുടെ ഉള്ളിൽ? ഈ മോൻ്റെ ഉള്ളിൽ. അപ്പോൾ പുള്ളി പുസ്തകം തുറന്ന ഉടനെ പുള്ളി ഏറ്റു പറയും, പഠിച്ചാൽ മനസ്സിലാകത്തില്ല. എന്നിട്ടാണ് ഏത് ചെയ്യുന്നത്? പഠിക്കുന്നത്. കാരണം പുള്ളിയുടെ തലയിൽ ഏത് അടിച്ചു കയറ്റി വെച്ചിരിക്കുക, പഠിച്ചാൽ. ഞാൻ പറഞ്ഞു ഇവന് വേറെ ഒന്നുമില്ല. പറഞ്ഞു ഇവന് പഠിച്ചാൽ മനസ്സിലാവും. പ്രാർത്ഥിച്ചുടനെ യേശുവിൻ്റെ നാമം പറഞ്ഞ് കൽപ്പിച്ചുടനെ ഈ കുഞ്ഞ് മറിഞ്ഞ് താഴോട്ടങ്ങ് വീണു. കൊച്ചു ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയേ? എൻ്റെ തലേന്നേണ്ട ഇറങ്ങിപ്പോയി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അനുഗ്രഹം ക്ലെയിം ചെയ്യണം. ഉറക്കെ പറഞ്ഞ അനുഗ്രഹം, എൻ്റെ അനുഗ്രഹം ഞാൻ എന്ത് ചെയ്യണം? ക്ലെയിം. അവിടെ ആരെങ്കിലും കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കടാ കൈ എന്ന് പറയണം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് ഈ വായിക്കുന്നതെല്ലാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ശ്രദ്ധിക്കുക, ക്രൂശിൽ നമ്മൾ വായിച്ച നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്തിൽ അഥവാ ക്രൂശിൽ നിങ്ങൾ എന്തായേ ഒക്കത്തുള്ളൂ? സമ്പന്നരായ ഒക്കത്തുള്ളൂ. ആത്മീയ ഭൗതിക എല്ലാ ഏറിയായാലും ഒരു നിറയുന്ന അവസ്ഥ എനിക്കും നിങ്ങൾക്കും കിട്ടാൻ അവൻ ക്രൂശിൽ സാത്താൻ്റെ തലയെ ചവിട്ടി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എല്ലാവരും ഓർത്തോണം, പിശാച് എന്ന് പറയുന്ന ആളെ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ലീഗലി നിയമപ്രകാരം അവൻ്റെ മുഴുവൻ പിടികളും അവിടെ വെച്ച് പൊട്ടി. ഇനി അവന് പറയാൻ വാക്കുകൾ. ഇന്നവൻ തന്ത്രങ്ങളിലൂടെയാണ് ഇടപെടുന്നത്. എന്താണ്? നിനക്കിത് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എന്നും അങ്ങനെ, പിതാക്കന്മാരുടെ കാലത്തെ അങ്ങനെ, അപ്പൻ്റെ ബിസിനസ്സും പൊട്ടുകാരുന്നു, ഇങ്ങനെ എന്തോ അകത്ത് കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മളുടെ മനസ്സിനകത്ത് അടിത്തറ പാകേണ്ടത് ദൈവവചനമാണ്. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വചനങ്ങളുടെ മേൽ ജീവിതം കെട്ടുപണി ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ വചനങ്ങളുടെ മേൽ കെട്ടുപണി ചെയ്യാത്തവൻ എവിടെ പണിത പോലെയാണ്? മണലിന്മേൽ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കർത്താവിൻ്റെ വചനമല്ലെങ്കിൽ വേറെ ഏതോ ഒരു വചനം നമ്മുടെയൊക്കെ ഉള്ളിൽ കിടപ്പുണ്ട്. ഒന്നീ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ആരോ നമ്മളെക്കുറിച്ച് പറഞ്ഞ ചില വിധികൾ, അല്ലെ ആരോ പറഞ്ഞ കള്ളപ്രവചനങ്ങൾ, അല്ലെ എവിടുന്നൊക്കെയോ കിട്ടിയ വിശ്വാസങ്ങൾ നമ്മുടെ അകത്ത് കുറച്ച് മണൽ കിടപ്പുണ്ട്. അതേലാ പണിതുകൊണ്ടിരിക്കുന്നത്. അടുത്തിരിക്കുന്നുള്ളവർ അതേ പണിയാന്ന് പറഞ്ഞു. കാര്യം വലിയ അനുഗ്രഹവും സ്തോത്രവും ഒക്കെ നമ്മൾ പറയുമെങ്കിലും ഉള്ളിൽ കിടക്കുന്നത് ചില മണല.
അതേല നമ്മുടെ വിശ്വാസത്തിൻ്റെ വീട് കെട്ടുപണിയുന്നത്. അവിടെ അല്ല, ദൈവവചനത്തിൻ്റെ സത്യം മക്കൾ അറിയണം. ഇവിടെ ഞായറാഴ്ച വന്നൊരു ദൂത് കേട്ട് പോകുന്ന ഏർപ്പാട് പോരാ. വീട്ടിൽ പോയി വചനം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ. അവർ വചനം കേൾക്കുക മാത്രമല്ല, തിരുവെഴുത്തുകളെ ശോധന ചെയ്ത വചനം പഠിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, വാക്യങ്ങളിൽ ഉള്ളിലാക്കിയാട്ടെ. എൻ്റെ അനുഗ്രഹം കർത്താവിൽ നിന്നുള്ളതാണ്. വെറുതെ വാഗൊണ്ട് പറയല്ല, അത് ഹൃദയത്തിലാകട്ടെ. ക്രൂശിൽ യേശു ദരിദ്രനായത് ഞാൻ സമ്പന്നനാകാനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ആ വചനം നമ്മുടെ ഉള്ളിലിരിക്കട്ടെ. ഞാൻ പേടിക്കയില്ല. സഭയിൽ ഇത് പറയുന്നതുകൊണ്ട് ഞാനും പറയുന്നു, കൂടെ പാടുന്ന ഒരു കിളിയല്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കിളിപ്പാട്ട് പാടാൻ വന്നതല്ല, നമ്മുടെ ഹൃദയത്തിൽ ഉൾനട്ട വചനം. ഉറക്കെ പറഞ്ഞ്, വചനത്തിൽ പറഞ്ഞ ഉൾനട്ട വചനം. ബൈബിളിൽ ഇരിക്കുന്ന വചനമൊന്നല്ല, ടി വി കേട്ട വചനമൊന്നല്ല, ഉൾനട്ട വചനം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഉള്ളിലെ വചനം നട്ടാൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അയ്യോ പൊത്തോ വെക്കത്തില്ല. ആ ഉള്ളിൽ നിന്ന് വചനം സംസാരിക്കും. ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ഇത് നന്മയ്ക്കായിട്ട് വരും. നീ ഇവിടെ അധികാരം എടുത്താൽ മതി, അതിൻ്റെ മുട്ട് മടങ്ങും. നീയാണ് ജയാളി, നീ പറയുന്നത് നടക്കത്തുള്ളൂ. നിൻ്റെ കയ്യിൽ അധികാരം തന്നിരിക്കുക. ദൈവത്തിൻ്റെ മക്കൾ വചനത്തിലൊന്ന് ബലപ്പെടട്ടെ, ഉള്ളിൽ വചനം നിറഞ്ഞ് കവിയട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിക്കുക, എല്ലാവരും കർത്താവിനെ ആരാധിക്കുക, എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുക. ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കുക. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കരം അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികകളല്ല, പിന്നെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ. ആ പഴയ നിയമ വിശ്വാസികൾക്ക്, അവർക്ക് ഇസ്രായേൽ നാട്ടിലേക്ക്, കനാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇതാ ഒരു വലിയ കോട്ട ശത്രു കെട്ടിവെച്ചിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്ന ആ കോട്ടയെ അവർ വലിയ യന്ത്രമുട്ടി കൊണ്ടിടിച്ചല്ല, അവർ ആർപ്പെട്ടപ്പോൾ കോട്ടകൾ തകർന്നു. അവരുടെ വായിലെ വാക്കുകൾ ആ കോട്ടകൾ തകർന്നെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ഉള്ളിലും ചില വാക്കുകളുടെ കോട്ട സാത്താൻ കെട്ടിപ്പൊക്കും. നടക്കത്തില്ല, നിനക്ക് പരാജയമാ, പണ്ടേ പരാജയമാന്ന് പറഞ്ഞ കോട്ട ക്രൂശിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മക്കൾ ഇടിക്കണം. പൗലോസ് പറഞ്ഞ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങൾ അല്ല, കോട്ടകളെ ഇടിക്കുന്നവരാ. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഇടിച്ച് നിരത്തുന്നവരാ, ഇടിച്ച് നിരത്തുന്നവരാ, മുന്നേറുന്നവരാ. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവവചനത്തിന് വിരുദ്ധമായ ചിന്തകളെയും ഇടിക്കുന്നു. ഹല്ലേലൂയ. അവരത് പറഞ്ഞ് ഇവരിത് പറഞ്ഞ്, അല്ലേലും ഇപ്പം ടൈറ്റാ, മൊത്തത്തിൽ കാലം നമുക്കറിയാൻ മേലെ, എല്ലാത്തിനും വില കുറവായ, ഒരു വസ്തുവിൻ്റെയും കച്ചവടം നടക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാ നടക്കുന്നത്? കൈ കൊടുത്ത് ചോദിച്ചേ. അതേലല്ലോ പണിയാൻ പറഞ്ഞത്. സ്തോത്രം. മനുഷ്യരുടെ അഭിപ്രായങ്ങളുടെ മേലും ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ മേലും മണലിന്മേലല്ല നമ്മൾ പണിതത്. കർത്താവ് എനിക്ക് തുണ, എനിക്ക് വേറെ ഒന്നും അറിയണ്ട. കർത്താവ് എനിക്ക് തുണ. ചുറ്റുപാട് മരുഭൂമിയാണോന്ന് എനിക്കറിയണ്ട, എൻ്റെ മന്ന രാവിലെ റെഡി. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചുറ്റുപാടും പ്രശ്നങ്ങളാണോന്ന് അറിയിക്കണ്ട, എൻ്റെ കാക്ക വരും. ദൈവത്തിൻ്റെ മക്കൾ വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ പ്രിയ മക്കൾ വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് തന്നെ എന്നെക്കുറിച്ച് തന്നെ നമ്മുടെ അഭിപ്രായം ഒന്ന് മാറട്ടെ. വിളിച്ചു പറഞ്ഞാട്ടെ. അകത്ത് കെട്ടിപ്പൊക്കിയ മാനുഷിക അഭിപ്രായങ്ങളുടെ കോട്ടകൾ ഇപ്പോൾ തന്നെ തകരട്ടെ. ചങ്ങലകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കട്ടെ. നീ അനുഗ്രഹം തന്നെ പ്രാപിക്കും. ഒരു തടസ്സവും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. നാട്ടുകാർക്ക് പറ്റിയത് നിനക്ക് പറ്റത്തില്ല, അവർക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കത്തില്ല. നിന്റെ ചുറ്റുപാടും വശത്ത് 1000 പേരും വലത്ത് വശത്ത് 10,000 പേരും നിന്നോടടുക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ കേട്ടപ്പോൾ തന്നെ എനിക്കറിയാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, വചനം കേൾക്കുമ്പോൾ തന്നെ അവിടെ ഒരു ജീവനും ചൈതന്യവും വ്യാപരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മൾ കേട്ട പോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയൊരു ആരോഗ്യം വരാൻ പോവുക. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ തകർന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എൻ്റെ ജീവിതം തകർന്നു പോയി, ഇനി എന്നെ ആർക്കും വേണ്ട. നമുക്കറിയാം, കർത്താവിൻ്റെ പ്രിയ തങ്കുറാറ് തൻ്റെ ജീവിതത്തിൽ വാഹനാപകടം വന്ന് താൻ തളർന്നുപോയി. ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ് ആ ഒരു കൺവെൻഷൻ മീറ്റിങ്ങിൽ താൻ കടന്നു വന്നിരുന്നു.
വന്നിരിക്കുമ്പോൾ താൻ ഇപ്രകാരമാണ് പറഞ്ഞത്. താൻ ചിന്തിച്ചു, ഇനി എന്നെക്കൊണ്ട് ആർക്ക് എന്താ പ്രയോജനം? എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ കൂട്ടുകാർക്കൊന്നും ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഇനി ആർക്കാണ് പ്രയോജനമുള്ളത്? താൻ അന്നേരമാണ് ദൈവാസം പറഞ്ഞത്, നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കാമോ? ഉടനെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെക്കൊണ്ട് ഇനി ആർക്കും ഒരു പ്രയോജനമില്ല. എൻ്റെ ജീവിതം നിനക്ക് വേണമെങ്കിൽ കർത്താവെ ഞാൻ തരാം. അങ്ങനെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. നോക്കിയ പ്രിയപ്പെട്ടവരെ, ഇന്ന് കാരാപ്പുഴ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ വീൽ ചെയറിൽ ഇരുന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കർത്താവ് തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ താൻ സൗഖ്യമായത് മാത്രമല്ല, എന്ന ലോക രാജ്യങ്ങൾക്ക് താൻ ഒരു അനുഗ്രഹമായിക്കൊണ്ടിരിക്കുക. അതിനോർത്തോളം കർത്താവ് കേവലം ഒരു വിടുതൽ മാത്രം തരുന്നവനല്ല, നിങ്ങളൊരു അത്ഭുതമാക്കും. നിങ്ങൾ ആരോഗ്യമുള്ള വ്യക്തിയായിത്തീരും. എല്ലാ മേഖലയിലും ആരോഗ്യമുള്ള വ്യക്തിയാക്കി കർത്താവ് നിങ്ങളെ മാറ്റും. വീണ്ടും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, എന്നെ കാണുന്ന ചില വീൽ ചെയറിൽ ഇരുന്ന് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഇരുന്നൊരു വ്യക്തിയായിരുന്നു കർത്താവിൻ്റെ ദാസൻ തങ്കുറാൻ. എന്നാൽ അദ്ദേഹം ഇന്ന് ലോക രാജ്യങ്ങളിൽ ഓടുന്നുണ്ടെങ്കിൽ ഓർത്തണം, ആ യേശുവിൽ ഒരു വ്യത്യാസവുമില്ല. 2000 വർഷം മുമ്പ് നടന്നൊരു സംഭവമല്ല ഞാൻ പറയുന്നത്. ഇന്നും നമ്മുടെ മുമ്പിൽ മാതൃകയായിരിക്കുന്ന നമ്മുടെ ദൈവാസനെക്കുറിച്ചാണ്. ഒരു വീൽ ചെയറിലിരുന്ന് കട്ടിലയിൽ കിടന്നുകൊണ്ടൊക്കെ എന്നെ വ്യക്തികൾ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആ കട്ടിലയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട വ്യക്തിയല്ല, ആ മുറിക്കകത്ത് ജീവിതം അവസാനിപ്പിക്കേണ്ട വ്യക്തിയല്ല. യേശു ഇന്ന് നിങ്ങളെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോവുക. നിങ്ങളെ ആ മുറിക്കകത്തൊന്ന് വെളിക്കൊണ്ടുവരാൻ പോവുക. ഞാൻ ഇന്നലെ നിങ്ങൾ ഓർപ്പിച്ച പോലെ 38 വർഷമായി തളർന്നു കിടന്ന മനുഷ്യൻ താൻ ഇങ്ങനെ ചിന്തിച്ചത്, എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചു, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു അധ്യായമില്ല, എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചെന്ന് ചിന്തിച്ചെങ്കിൽ യേശു വന്ന് തന്നോട് ചോദിച്ച ചോദ്യം ഇതാ, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് അതേ കർത്താവ് നിങ്ങളോട് ചോദിക്കുക, ഈ മുറിക്കകത്തൊന്ന് വെളിയിലിറങ്ങാൻ നിനക്ക് മനസ്സുണ്ടോ? ഇവിടെ കൊണ്ട് നിൻ്റെ ചിന്ത എന്തുകൊണ്ടാണ് നീ അവസാനിപ്പിക്കുന്നത്? ഇന്ന് നമ്മുടെ അകത്തെ ഇടുക്കങ്ങളെ ഒന്ന് പൊട്ടിക്കാം. അകത്ത് വന്ന ചിന്തകളെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് കർത്താവിന് പറയാം, കർത്താവെ, ഞാൻ ഒരുക്കമാണ്. പ്രിയപ്പെട്ടവർ, യേശു ഒരുക്കമായിട്ടിരിക്കുക. ഇന്ന് കർത്താവ് ചോദിക്കുക, നിങ്ങൾ ഒരുക്കമാണോ? ഞാൻ വീണ്ടും പറയാം, സ്തോത്രം, മരുന്നുകളും മോഷനും എല്ലാം ഒരേ മുറിക്കകത്തിരുന്ന് ചെയ്യുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല. ഒരു പുതിയ ആരംഭം BCA AD ആക്കി മാറ്റിയ എൻ്റെ കർത്താവ്, അതിനെ വേർതിരിച്ച കർത്താവ് ഇന്ന് നിങ്ങൾക്കൊരു പുതിയ ആരംഭം തരാൻ പോവുക. വീണ്ടും കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുക, സ്തോത്രം, തളർന്നുപോയ ചില അപകടങ്ങളുണ്ടായി, ചില വീഴ്ചകളുണ്ടായി, കട്ടിലെ തളർന്നു കിടക്കുന്ന വ്യക്തികൾ, വീൽ ചെയറിൽ തളർന്നിരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു. ഇന്ന് ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കണം. യേശു നിങ്ങളുടെ അടുക്കലുണ്ട്. നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂടെ നടക്കുന്നത് സാധാരണ ഒരു മനുഷ്യനല്ലല്ലോ, ഒരു പ്രവാചകനല്ല, സൃഷ്ടിക്കുന്ന ദൈവത്തിനാണ്, മരണത്തെ ജയിച്ച് ഉയർത്തുന്നേറ്റ ദൈവത്തിനാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ചില മുറിക്കകത്ത് വർഷങ്ങളായി മുറിക്കകത്തു നിന്ന് ഇറങ്ങാതെ ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു അത്ഭുതം അവിടെ നടക്കട്ടെ. ആ ശരീരങ്ങളുടെ മേൽ കർത്താവ് ഒരു വയറിൻ്റെ അകത്ത് കരണ്ട് ഒഴുകുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ പുനരുത്ഥാന ശക്തി ആ ശരീരങ്ങളിലേക്ക് ഇപ്പോൾ ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ കാലുകൾ ചലിക്കട്ടെ. അരയ്ക്ക് താഴെ തളർന്നുപോയ വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ കാലുകളിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവെ, എൻ്റെ യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവെ, അവിടുത്തെ അത്യന്ത ശക്തി ആ കാലുകളിലേക്ക്, ഞരമ്പുകളിലേക്ക് ഒഴുകുമ്പോൾ അസ്ഥിയുടെ മേൽ, മജ്ജയുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവ്, ഇപ്പോൾ തന്നെ ആ ശരീരത്തിലെ അവയവങ്ങൾ ചലിക്കട്ടെ, ചലിക്കാത്ത അവയവങ്ങൾ ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, സ്തോത്രം. ചില യൗവനക്കാർ എന്നെ കേൾക്കുന്നല്ലോ, തളർന്നിരിക്കുന്ന ചില യൗവനക്കാർ, യേശുവിൻ്റെ നാമത്തിൽ ആ യൗവനക്കാർ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. പിതാവേ, അങ്ങ് അത് ചെയ്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, സ്തോത്രം. ഡോക്ടർമാർ കൈവിട്ട ചില മാരക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. കർത്താവ്, അങ്ങ് ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവ് അത്ഭുതകരമായി സൗഖ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുക. നിങ്ങളിപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ആ കട്ടിലിൽ നിന്ന് നിങ്ങളുടെ ശരീരം ഒന്ന് ചലിപ്പിക്കണം. എഴുന്നേക്കാൻ മേലെങ്കിൽ എഴുന്നേൽക്കണം. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളാരും അല്ല സൗഖ്യമാക്കുന്നത്, കർത്താവാണ് സൗഖ്യമാക്കുന്നത്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ഒന്ന് ചലിപ്പിച്ച് ഒന്ന് എഴുന്നേറ്റേ, ആ വീൽ ചെയറിൽ നിന്നൊന്ന് എഴുന്നേക്കാൻ നോക്കിക്കേ. കർത്താവ് നിങ്ങളെ വിടുവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിളിച്ചറിയിക്കണം. വീണ്ടും കാണും വരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെ ഓരോരുത്തരെയും കാക്കുമാറാകട്ടെ. കർത്താവ് സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.